ആരോഗ്യകരവും രുചികരവുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രമേഹമുള്ളവർക്കും ആരോഗ്യകരമായ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്കും മികച്ചൊരു ഭക്ഷണമാണ് റാഗി പുട്ട്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് റാഗി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പുപൊടിയും കൂടി അതിലേക്ക് ഇടുക. ഞാൻ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് റാഗിപ്പൊടി. എന്നിട്ട് അതിനെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം വലിച്ചെടുക്കുന്ന ഒന്നാണ് ഈ റാഗി. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ല പഞ്ഞി പോലുള്ള മൃദുവായ റാഗി പുട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. റാഗിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കലവറയാണ് റാഗി. ശരീരത്തിൽ അമിതവണ്ണമുള്ളവർക്കും പ്രമേഹമുള്ളവർക്കുമൊക്കെ ഇത് നല്ലൊരു ആഹാരമാണ് റാഗി പുട്ട് ഇവിടെ തയ്യാറാക്കുന്നത്. പാലിനേക്കാൾ 3 ഇരട്ടി കാൽസ്യത്തിന് കൂടുതലാണ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അതിനുശേഷം വീണ്ടും എടുത്ത് നോക്കുമ്പോൾ അതിൽ ഈർപ്പമൊന്നും കാണില്ല, അത്രയ്ക്കത് വലിച്ചെടുക്കുന്ന ഒന്നാണ് റാഗി. വീണ്ടും വെള്ളം ഒഴിച്ച് അതിനെ ഒന്നും കൂടി കുഴയ്ക്കുക. ഒരുപാട് കാൽസ്യം അടങ്ങിയ ഒന്നാണത്. അതാണ് കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടികൾക്ക് റാഗി കുറുക്കിയൊക്കെ കൊടുക്കുന്നത്. അത്രയ്ക്ക് നല്ല ഒന്നാണ് റാഗി. നന്നായിട്ടത് കുഴച്ചെടുക്കുക. പുട്ടിന് വേണ്ടി ഉണ്ട കെട്ടാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം മാവെല്ലാം നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇനി പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് തേങ്ങയും ഈ റാഗി പൊടിയും ഇട്ട് കൊടുക്കുക, കുഴച്ചെടുക്കുക. ആദ്യം കുറ്റിയിലേക്ക് തേങ്ങ ഇടുക. അതിനുശേഷം കുഴച്ച് വെച്ച റാഗി മാവ് ഇട്ട് കൊടുക്കുക. വീണ്ടും തേങ്ങ ഇടുക, റാഗി മാവ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ളും കുറ്റി നിറച്ച് മാവിടുക. ഒരു 5-6 മിനിറ്റ് വേണം ആവി കയറ്റുക, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ. റാഗി നന്നായിട്ട് വേവണം. നന്നായിട്ട് വെന്ത് നല്ലൊരു മണവും വരും. അപ്പം മാത്രമേ പുട്ടുകുടത്തിൽ നിന്ന് ഈ കുറ്റിയെ മാറ്റാൻ പാടുള്ളൂ. ആവി വന്നുകൊണ്ടിരിക്കുന്ന കുടത്തിലേക്ക് ഈ കുറ്റി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ആവി വരണം. അരിപ്പൊടിക്ക് പകരം ഒരു ദിവസം നിങ്ങളും റാഗി പുട്ടുണ്ടാക്കി നോക്കൂ. ഈ റാഗി പുട്ട് പഴത്തിൻ്റെ കൂടെ കറികളുടെ കൂടെയൊക്കെ കഴിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.